ക്രിസ്തുമസ് കാലമാണ്. ഒത്തിരിയേറെ ത്യാഗങ്ങളൊക്കെ ചെയ്ത് വളരെയേറെ പുണ്യം സമ്പാദിക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല കാര്യമാണ്. അടിസ്ഥാനപരമായ തത്വങ്ങളിൽ പാളിച്ച വരരുത്. ഒരു ധ്യാന പ്രസംഗത്തിൽ വലിയൊരു അൽമായ ഗുരു പ്രസംഗിക്കുകയാണ്. തണുപ്പടിക്കാതിരിക്കുക സ്വെറ്ററൊക്കെ ഇട്ട് നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അപ്പാപ്പൻ പള്ളിയിലേക്ക് പോവുകയാണ്. കസര നീണ്ടു നിവർന്നെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് കുർബാന സ്വീകരിച്ചങ്ങ് വരികയാണ്. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? തൊട്ടടുത്തൊരു പാവപ്പെട്ടവൻ അവൻ മരവിക്കുന്ന മരം കോച്ചുന്ന ഈ തണുപ്പിൽ അവൻ വെളുപ്പിന് 3:03 എഴുന്നേറ്റ് പുഴയിൽ പോയി ശരണം വിളിച്ചുകൊണ്ട് പുഴയിൽ പോയി കുളിച്ച് ഈറനോടെ വന്ന് അതിൻ്റെ ജപങ്ങളൊക്കെ ചൊല്ലി ത്യാഗം ചെയ്ത് അവൻ ജീവിക്കുന്നു. ആ പ്രഭാതത്തിലെ ആ ത്യാഗമാണോ ദൈവം കാണുന്നത്? ഈ അപ്പാപ്പൻ കട്ടൻ കാപ്പിയും കുടിച്ച് സെറ്ററിട്ട് തണുക്കാതെ പള്ളിയിൽ പോകുന്നതാണോ? ഏതിനാണ് ഗുണം? ചെരുപ്പിടാതെ ഈ മഞ്ഞുകാലത്ത് പള്ളിയിൽ പോയി പുണ്യം വർദ്ധിപ്പിക്കുന്നവരുണ്ട്, നോമ്പെടുത്ത് പുണ്യം വർദ്ധിപ്പിക്കുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ പലതരത്തിൽ പുണ്യം വർദ്ധിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ത്യാഗത്തൊക്കെ വർദ്ധിപ്പിച്ചതിനെ കാണണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്രയെല്ലാം ത്യാഗം ചെയ്താലും എന്തൊക്കെയായാലും യഥാർത്ഥ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയുള്ള അവരുടെ ത്യാഗങ്ങളോ അവരുടെ പുണ്യപ്രവൃത്തികളെന്നോ അവർ വിചാരിക്കുന്നവയോ അതെല്ലാം പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നൊരു കാഴ്ചപ്പാട് പാടില്ല. സത്യവിശ്വാസത്തെ പുച്ഛിക്കലാണത്. എല്ലാ തത്വശാസ്ത്രവും ശരിയാണെന്നാണോ? ഏത് തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മതവും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, ഓരോ പുസ്തകം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? അതനുസരിച്ചാണ് നന്മയും തിന്മയും ഉള്ളത്, അതനുസരിച്ചാണ് രക്ഷയും ശിക്ഷയും ഉള്ളത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസി ബൈബിൾ വിശ്വാസം ജീവിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ച് അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒന്ന് ചിന്തിക്കരുത്. പല വിശ്വാസങ്ങളുണ്ട്, ആകട്ടെ, അവിടെ അവൻ നന്മ തോന്നിട്ട് അങ്ങോട്ട് വെക്കട്ടെ. പ്രഘോഷകൻ അവിടെ എന്തുമാത്രം ശരീരം കൈകാലും മുറിച്ചിട്ട് കൊടുത്തിട്ട് ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ച് ജീവിക്കുന്നത് പോലെ ജീവിച്ചാലും രക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ മതത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം അനുസരിച്ചല്ലേ. അത് ദൈവം സ്ഥാപിച്ച ഒരു മതമാണെങ്കിൽ രക്ഷയുണ്ടാകും. ദൈവം സ്ഥാപിച്ച മതം ഏതാണ്, ദൈവം സ്ഥാപിച്ച മതങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ എന്നൊക്കെ ഒരു ചിന്ത വേണം നമുക്ക്. അതുകൊണ്ട് വലിയ ത്യാഗങ്ങളൊക്കെ ഉയർത്തി കാണിച്ച് സത്യവിശ്വാസത്തിന് വഴിതെറ്റിക്കാൻ പാടില്ല. കത്തോലിക്ക വിശ്വാസം എട്ടിട്ട് പള്ളിയിൽ പോയി കസേരയിലിരുന്നു ഭക്തരും കുർബാന അർപ്പിച്ച് തിരിച്ചു പോരുന്നു. അതിനെന്താണ് അപാകത? അതൊക്കെ സുഖമായ ജീവിതമാണെന്നും തണുത്ത വെള്ളത്തിൽ പുഴയിൽ പോയി കുളിച്ചാൽ മാത്രമാണ് അതിനകത്ത് പുണ്യം കിട്ടുന്നതെന്ന് ചിന്തിക്കാൻ പാടില്ല. ആ രീതിയിലും ക്രൈസ്തവ വിശ്വാസത്തെ വികലമാക്കി ചിന്തിപ്പിക്കരുത്. അതുപോലെ മറ്റ് വിശ്വാസത്തിലുള്ളവരെ വിമർശിക്കണമെന്ന് പറയുന്നില്ല. അവരങ്ങനെ ജീവിക്കട്ടെ, അവർക്ക് ലഭിച്ച ബോധ്യത്തെ ജീവിക്കട്ടെ, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളുക. പക്ഷെ അതിലെ നന്മകൾ എടുത്ത് പറഞ്ഞിട്ട് ഇതിനേക്കാൾ ഭേദം അതാണെന്ന് വരുത്തുക, അത് ശരിയല്ല. അത് കത്തോലിക്ക വിശ്വാസം നിരക്കുന്നതേ അല്ല.